രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഭാഗവതം ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കണ്ടാലുണ്ടാവുന്ന അനുഭവമാണ് ഭാഗവത ശ്രവണം കൊണ്ട് ഉണ്ടാവുന്നത്. ഭാഗവത അഖ്യോയം, ഭാഗവതം പഠിക്കണം, ഭാഗവതം കേൾക്കണം, ഭാഗവതത്തിൽ എന്താണ് പറയണത് എന്ന് മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കണം. 7-ാം ദിവസം മരണം എന്ന് അറിഞ്ഞയാളാണ് പരീക്ഷിത്ത്. നമ്മളൊക്കെ 7-ാം ദിവസം മരണമാണ് എന്ന് അറിയണം അല്ലെ? ഏതായി 7-ാം ദിവസം മരണം? 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ മരണം ഉണ്ടാവും. 7 ദിവസങ്ങളല്ലേ ഉള്ളൂ ഈ ലോകത്ത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, 7 ദിവസമല്ലേ ഉള്ളൂ. ഈ 7 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ മരണം ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ? 8-ാമത്തെ ദിവസം ഉണ്ടോ നമുക്ക്? ഈ 7 ദിവസത്തിനുള്ളിൽ മരണം ഉണ്ടാവും. അപ്പൊ 7-ാം ദിവസം മരിക്കും എന്ന് നമ്മൾക്ക് ബോധം ഉണ്ടാവുക. അത് ഏത് ദിവസമാണെന്ന് അറിയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ട് പൂന്താനം, നമ്മുടെ മരണസമയം. എന്താ പറഞ്ഞത്? വിധിച്ചിടുന്ന കർമ്മ മുടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരേടത്ത്. കൃത്യമായിട്ട് മരണത്തെ പറഞ്ഞു തന്നതാണ്. ഈ ശരീരം കൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ എപ്പോഴാണോ കഴിയണത് ആ സമയത്ത് അവിടെ ദേഹം പതിക്കും. അവിടുന്ന് അങ്ങോട്ട് ഒരടി നടക്കാനോ ഒന്നങ്ങോട്ട് ചിന്തിക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഈ ശരീരം കൊണ്ട് എടുക്കേണ്ടതായിട്ടുള്ള ഭക്ഷണത്തിന്റെ അളവ്, വെള്ളത്തിന്റെ അളവ്, അതുപോലെ ശ്വാസത്തിന്റെ അളവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ശരീരം അവിടെ പതിക്കും. ഭക്ഷണത്തിന്റെ അളവ് ആദ്യം കഴിഞ്ഞാലോ അതെ അയാൾക്ക് ഇപ്പൊ 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും ഇറങ്ങണില്ല കേട്ടോ. വെള്ളം മാത്രമായിട്ട് ജ്യൂസായിട്ട് കഴിച്ചു കൊടുക്കുക. എന്തേ കാരണം? അയാൾക്കുള്ള ഭക്ഷണത്തിന്റെ അളവ് കഴിഞ്ഞു. അത് ഭക്ഷണം കുറെ കാര്യം വലിച്ച് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം ഭക്ഷണത്തിന്റെ അളവ് ആദ്യം കഴിഞ്ഞു വെച്ചാൽ പിന്നെ കുറച്ചു കാലം ഭക്ഷണം ഇല്ലാണ്ട് കിടക്കേണ്ടി വരും. അങ്ങനെ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കുറച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കഴിയും. ചിലപ്പോ വെള്ളത്തിന്റെ അളവ് കഴിഞ്ഞാൽ അതെ ശ്വാസം മാത്രമേ ഉള്ളൂ കേട്ടോ, വെള്ളം പോലും ഇറങ്ങില്ല എന്ന് പറയും അല്ലേ. അവസാനം ഏത് കൂടി കഴിയണം? വായുവിന്റെ അളവ് കൂടി കഴിയണം. വായുവിന്റെ അളവ് അവസാനേ കഴിയുള്ളൂ അല്ലെ? വായുവിന്റെ അളവ് ആദ്യം കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ അളവ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? വായുവിന്റെ അളവ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പതിക്കും. അപ്പോ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ആ കർമ്മം കഴിഞ്ഞാൽ അവിടെ ശരീരം അവിടെ പതിക്കും. അത് എപ്പോഴാന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയില്ല. എന്തൊക്കെ കർമ്മങ്ങൾ ഉള്ളത് എന്ന് അറിയില്ല. ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യനെ കുറിച്ച് ഭാഗവതം പറയണത് മ്രിയമാണസ്യ. പരീക്ഷിച്ച് ചോദിക്കുകയാണ്, എനിക്ക് 7-ാം ദിവസം ഇന്നേക്ക് 7-ാം നാള് തക്ഷകദംശനം എന്നുള്ള ശാപം കിട്ടിയിട്ടുള്ളത്. രക്ഷപ്പെടാൻ മാർഗമൊന്നുമല്ല ചോദിച്ചത്. മ്രിയമാണസ്യ സർവധാ യൽ ശ്രോതവ്യം അധോദിത്യം. മരണത്തെ കാത്തിരിക്കുന്ന ഓരോരുത്തരും എന്താണ് കേൾക്കേണ്ടത്, ആരെയാണ് ഭജിക്കേണ്ടത് എന്ന് പറഞ്ഞു തരണം. 2-ാം സ്കന്ധത്തില് ഭാഗവതത്തിന് മറുപടി പറയാൻ തുടങ്ങുകയാണ്. ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, വരിയാനേഷവേ പ്രശ്ന കൃതോലോഹിതം നൃപ. രാജാവേ, അങ്ങ് ചോദിച്ച ചോദ്യം ലോകത്ത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആർക്കെങ്കിലും ഒരു കൂട്ടർക്ക് വേണ്ടിയുള്ളതല്ല. മ്രിയമാണന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ കാത്തിരിക്കുന്നവര്. ജനിച്ചവരെല്ലാവരും മരണത്തെയാണ് കാത്തിരിക്കുന്നത്. നമ്മളൊക്കെ എത്ര കാലം എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, എത്ര കാലം ഈ പണി എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ. ഏത് പണി? ഭക്ഷണം കഴിക്കുക എന്നുള്ള പണി, വർത്തമാനം പറയുക എന്നുള്ള പണി, ഉറങ്ങുക എന്നുള്ള പണി, ഇതുപോലെയുള്ള ഓരോ പണികളും ഇല്ലേ? രാവിലെ എണീക്കുക, വല്ലേക്കുക, കുളിക്കുക, ഇതൊക്കെ എത്ര കാലം ചെയ്യും? മരിക്കണത് വരെ. അല്ലാണ്ട് അതെ 2 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ കുളിയൊക്കെ നിർത്തുകയാണ് കേട്ടോ അല്ലെ. ഒരു 3 കൊല്ലം കൂടി കഴിഞ്ഞാൽ 80-ാം പിറന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ പല്ല് കഴിക്കണമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമൊന്നുമില്ല, അങ്ങനെയുള്ള നിർത്താൻ ഉദ്ദേശമുണ്ടോ? ഒന്നുമില്ല. മരണം വരെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ മരണം വരെ കർമ്മങ്ങൾ ധാരാളം ചെയ്യാനുണ്ട് നമുക്ക്. കേൾക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ചെവിക്ക് അടപ്പില്ലാത്തത് കൊണ്ട് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ളതൊക്കെ നമ്മൾ കേൾക്കും. വായ നമുക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാൻ പറ്റും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മിണ്ടാണ്ടിരിക്കാനൊക്കെ പറ്റും, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ചെവി
അടച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരു നായ ഇവിടുന്ന് ബോബു എന്ന് പറഞ്ഞാലും കേൾക്കണം, പൂച്ച ഇവിടുന്ന് മ്യാവു മ്യാവു എന്ന് പറഞ്ഞാലും കേൾക്കണം, ആരെങ്കിലും വേറെ എന്തെങ്കിലും വർത്തമാനങ്ങൾ പറഞ്ഞാലും, ഒരു വാഹനത്തിന്റെ ഹോണടി കേട്ടാലും അയ്യോ എനിക്ക് ഹോണടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? കേൾക്കുക തന്നെ വേണം. ഈ കേൾക്കുന്ന കാര്യങ്ങളിൽ എല്ലാം ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. റോഡിലൂടെ കുറെ വാഹനങ്ങളുടെ ഹോണടി കേൾക്കണം. ഇപ്പൊ രാവിലെ മുതൽ എത്ര വാഹനത്തിന്റെ ഹോണടി കേട്ടു വല്ല ഓർമ്മയുണ്ടാവും? ഓർമ്മയുണ്ടാവില്ല. കാരണം നമുക്കത് അറിഞ്ഞിട്ട് ആവശ്യമില്ല. ആവശ്യമുള്ളതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും. ആവശ്യമുള്ളത് ഓർമ്മയിൽ വരണം. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ, ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് ഓർമ്മയിൽ വരണം. ആ പരീക്ഷ കഴിഞ്ഞതുവരെയെങ്കിലും. പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ മറന്നാലും കുഴപ്പമില്ല, അടുത്ത പരീക്ഷ ആകുമ്പോഴേക്കും വീണ്ടും ഓർമ്മിച്ചെടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ കേൾക്കണത്? അവശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം. നമ്മൾക്ക് കേൾക്കുന്ന കാര്യങ്ങളിൽ ആത്മതത്വം, നമ്മളുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പരീക്ഷത്തെ കേൾക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ദിവാച അർത്ഥേ ഹയാരാജൻ കുടുംബഭരണേനവാ. രാവിലെ നീറ്റ് കഴിഞ്ഞാൽ എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാമെന്ന് നോക്കും. എല്ലാവരുടെയും ആഗ്രഹം എന്താ? വരവ് കൂടുതലും ചെലവ് കുറവ് ആവണം എന്നാണ് എല്ലാവരുടെയും മോഹം. എല്ലാ മാസവും 50,000 രൂപ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30,000 രൂപ കൊണ്ട് ചെലവ് കഴിയണം, ബാക്കി 20,000 രൂപ എടുത്തു വെക്കാൻ വേണം എന്നാണ് മോഹം. എന്തിനാ എടുത്തു വെക്കണത്? ഭാവിയിൽ ചെലവാക്കാൻ തന്നെയാണ്. അല്ലെ, അല്ലാണ്ട് മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ആരും കൊടുത്തു വെക്കുന്നുണ്ടോ? അത് എന്റെ കൂടെ ചെലവിൽ വെക്കുമ്പോ ആ ബാങ്കിലുള്ള 2 ലക്ഷം രൂപ അത് കൂടി എടുത്തു വെച്ചോളൂ കേട്ടോ കൂടെ. ആരെങ്കിലും പറയാറുണ്ടോ? ഇനി ആരെങ്കിലും പറഞ്ഞാലും മക്കള് കൊടുക്കുക. ജീവിച്ചിരിക്കുമ്പോ തന്നെ ആകെ ബുദ്ധിമുട്ടിച്ചിട്ടാണുള്ളത്. ഇനി ബാങ്കിലുള്ളതും കൂടി ചെലവാക്കണം എന്നാ ഒന്നും വേണ്ട എന്ന് പറയും. ഒക്കെ അവരവരെടുക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ സമ്പാദിച്ചു വെക്കണതൊക്കെ എന്തിനാ? കുടുംബഭരണേനവാ. കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്, സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് അനധികൃതമായിട്ട് പണം സമ്പാദിച്ചു വെച്ചവരൊന്നും കുടുംബത്തിൽ സുഖം അനുഭവിച്ചവരല്ല. കാരണം അവർ സമ്പാദിച്ചു വെക്കണേ ഉള്ളൂ. അവരുടെ മോഹം എന്താ? ഇപ്പൊ കുറെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ബാങ്കിൽ ഒരു 50 ലക്ഷം റുപ്യ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലേ, കേരളത്തിൽ 50 ലക്ഷത്തിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ബാങ്കിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 1 കോടിയിൽ കൂടുതൽ ബാങ്കിൽ ഉള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി ആൾക്കാരുണ്ടാവും. ഇവര് അതിന്ന് ഒന്നും എടുക്കില്ല. ഒക്കെ പുറമേന്ന് ഉപയോഗിച്ച് മറ്റുള്ളവരെ കൊണ്ട് ചെലവ് നടത്തിക്കാൻ നോക്കും. എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ചത് വല്ലതും ഇവർ കൊണ്ടുപോകുവോ? ഒരാൾക്കും ഇല്ലാണ്ട് അവിടെ കിടന്ന് നശിക്കുകയും ചെയ്യും. പറയണു, ദേഹ അപത്യ കളത്രാദിഷ് ആത്മസൈന്യീഷസൽസ്വപി തേഷാം പ്രഭത്തോ നിധനം പശ്യന്നപി ന പശ്യതി. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണം എന്ന് പറഞ്ഞ് ദിവാജ അർത്ഥേഹയ. പണം സമ്പാദിച്ച് കൂട്ടിവെക്കണു. എന്നിട്ട് ഈ കൂട്ടിവെച്ച സമ്പാദ്യം കൊണ്ടൊന്നും ഉപയോഗിക്കാൻ പറ്റാണ്ട് നിധനം വീണ് മരിച്ചു പോകുകയും ചെയ്യും. കൂട്ടിവെച്ചവരാ കൂട്ടിവെച്ചത് മുഴുവൻ ഉപയോഗിച്ചതിന് ശേഷമാണോ മരിക്കണത്? അല്ല, അടുത്ത തലമുറ മക്കൾ എന്ത് ചെയ്യും? അച്ഛൻ കുറെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തുകൊണ്ട് മുടിക്കുകയും ചെയ്യും. എന്നാൽ അവരതെടുത്ത് അച്ഛൻ സമ്പാദിച്ചു വെച്ചതാണ്, അച്ഛൻ്റെ അക്കൗണ്ടിലുണ്ട് 50 ലക്ഷം റുപ്യ, നമുക്ക് ദാനം ചെയ്യാം എന്ന് പറഞ്ഞ് ദാനം ചെയ്യുക. വീടില്ലാത്തവർക്ക് അച്ഛൻ്റെ കാശ്, നമുക്കിപ്പോൾ ജോലിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അച്ഛൻ സമ്പാദിച്ചോ നമുക്ക് വേണ്ട, ഒരു 4 പേർക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീട് വെച്ച് കൊടുക്കാൻ നിൽക്കുക. ഒന്നും ചെയ്യില്ല. നമ്മൾ ഒരാൾക്ക് പോലും ഒരു ഉപകാരം ചെയ്യില്ല. പിന്നെ സമ്പാദിച്ച പണം കൊണ്ടോ അവനവനും ഉപയോഗമില്ല, മറ്റൊരാൾക്ക് ഉപയോഗമില്ല. പിന്നെ ഇതേ സമ്പാദിക്കുമ്പോൾ സമാധാനം ഉണ്ടായിട്ടുമില്ല. കാരണം പോരാ 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 എന്നുള്ള ചിന്തയായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് മതി എന്നുള്ള ചിന്ത വരണം. അതെ, എനിക്ക് അത് കിട്ടിയത് മതി കേട്ടോ, അതിൽ കിട്ടിയതിൽ സന്തോഷം ഉണ്ടാവണില്ല. പരീക്ഷത്തെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടത് എന്താണെന്നറിയോ? അന്തേ നാരായണ സ്മൃതി. ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ഭഗവാനെ ചിന്തിച്ചും കൊണ്ട് മരിക്കാനും സാധിക്കണം. എന്നാലേ ഈ ജീവിതം വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ജീവിതം നഷ്ടം, കഷ്ടം, നഷ്ടം മാത്രമേ ഉള്ളൂ. എന്ത് സുഖം അനുഭവിച്ചത്. പിന്നെ വലിയ മാളികയൊക്കെ ഉണ്ട്,
എത്ര വലിയ മാളിക ഉണ്ടായിട്ടും അടുത്ത് സമാധാനം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ കാര്യം? വലിയ വലിയ അധികാരങ്ങളുണ്ട്, പക്ഷേ സമാധാനമില്ലെങ്കിൽ എന്താ കാര്യം? സമാധാനം എവിടെ കിട്ടുള്ളൂ? ഈശ്വര ആരാധനയിലേ സമാധാനത്തെ കിട്ടുള്ളൂ. അതിനെന്ത് വേണം? സ്വധർമ്മ പരിനിഷ്ഠയ, അവനവന്റെ ധർമ്മം എന്താണെന്ന് അറിഞ്ഞ് ആ ധർമ്മത്തെ അനുഷ്ഠിക്കണം. നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെയും ധർമ്മങ്ങളെയും അറിയണം. കുട്ടിയായി കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഭാര്യയായി കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഭർത്താവായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, മരുമകളായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അമ്മായിമ്മയായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഗൃഹനാഥനായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഒരു അധ്യാപകനായാൽ ചെയ്യേണ്ടത്, ഒരു ബാങ്കിൽ ജോലി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഒരു കട നടത്തുകയാണെങ്കിൽ ചെയ്യേണ്ടത്, പച്ചക്കറി കൃഷി ചെയ്യുകയാണെന്നെങ്കിൽ ചെയ്യേണ്ടത് ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ വേണ്ട പോലെ ചെയ്യുക. അവനവൻ ചെയ്യുന്ന കർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അവിടുന്ന് വരുമാനം കുറവാണെന്ന് വിചാരിച്ചിട്ടോ ആളുകൾ കുറവാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നിന്റെ കുറവ് അവനവന്റെ കർമ്മത്തിൽ കാണിക്കാൻ പാടില്ല. കർമ്മം പൂർണ്ണമായിട്ട് നമുക്ക് പറഞ്ഞിട്ടിരിക്കുന്ന സമയം പറഞ്ഞിരിക്കുന്ന ആ കർമ്മം എന്താണോ അത് ചെയ്യുന്ന വേണം. അത് ചെയ്യ വഴി ഈ ജന്മം ലാഭമാക്കിയിട്ട് മാറ്റാൻ പറ്റും. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. അല്ലാണ്ട് ബാക്കി നമ്മള് സുഖം എന്ന് വിചാരിച്ച് സമ്പാദിക്കുന്നത് മുഴുവൻ നമ്മളെ വിട്ടുപോണതാണ്. എന്നും കൂടെ ഉണ്ടാവില്ല, ഈശ്വരൻ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. ആ ഈശ്വരനെ അറിഞ്ഞു ജീവിക്കുക, ഈശ്വരനെ കുറിച്ച് പറഞ്ഞു ജീവിക്കുക. എങ്ങനെ പറഞ്ഞു ജീവിക്കുക? സപ്താഹത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഭഗവത് കഥകള് വീട്ടിൽ ചെന്നിട്ട് സപ്താഹത്തിന് വരാൻ പറ്റാത്ത ആളുകളോട് പറഞ്ഞു കൊടുക്കുക. വീട്ടിലുണ്ടാവില്ലേ? ഇപ്പോ ഭാര്യയാണ് ഭാഗവതം കേൾക്കാൻ വന്നതെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഭർത്താവ് ഉണ്ടാവും, മക്കളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. അവരോട് പോയിട്ട് പറയണം, ഇന്ന് ഭാഗവതത്തിന് പോയപ്പോ ഇന്ന കാര്യങ്ങൾ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു കൊടുക്കണം. കേട്ടാൽ മാത്രം പോരാ, കേട്ടതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് വാട്സപ്പിലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പുകളിൽ പറയണം, ഇന്ന് ഇവിടെ തിരുവോറ്റിയുടെ ഭവനത്തില് സപ്താഹം ഉണ്ടായിരുന്നു, ഞാന് പോയിരുന്നു. അവിടെ ഓരോ ദിവസവും ആ ഭഗവത് വിഗ്രഹത്തില് ഓരോരോ രൂപത്തെയാണ് കളഭം ചാർത്തണത്. ഇന്നലെ വരാഹാവതാരമായിട്ടായിരുന്നു ചന്ദനം ചാർത്തിയത്, ഇന്ന് നരസിംഹാവതാരമായിട്ടാണ് ചാർത്തിയിട്ടുള്ളത്. ഇന്ന് എത്ര പേര് വീട്ടിൽ പോയിട്ട് അവരവരുടെ കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ തിരുവോറ്റിയുടെ ഭവനത്തിൽ സപ്താഹത്തിന് വന്നപ്പോൾ വരാഹമൂർത്തിയായിട്ട് ചന്ദനം ചാർത്തിയത് കണ്ടു എന്ന് ആരെങ്കിലും ഉണ്ടെന്ന് കൈ നോക്കുക. ആരോട് പറഞ്ഞു? വീട്ടിലുള്ളവരോടല്ലേ പറഞ്ഞല്ലോ, ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ളവരോട് പറഞ്ഞു. പറഞ്ഞു വെച്ചാൽ അവര് ഇന്നിവിടെ എത്തിയിരുന്നു, ഒന്ന് നരസിംഹാവതാരം കണ്ടു തൊഴാനായിട്ട് എത്തിയിരുന്നു. ഇവിടെ എത്ര പേര് ക്ഷണിച്ചു? ഇങ്ങോട്ട് എത്ര പേരെ വരുത്തി? ക്ഷണിച്ചോണ്ട് കാര്യമില്ല, ക്ഷണിച്ചോണ്ട് ആള് വന്നില്ല, പരീക്ഷ എഴുതി തോറ്റ പോലെയേ ഉള്ളൂ. ക്ഷണിച്ചു വെച്ചാൽ അവർ വരണം, വന്നാലല്ലേ അത് വിജയിക്കലാവുള്ളൂ. പരീക്ഷ എഴുതിയ വിജയിക്കണം. വരാൻ പറ്റിയില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോറ്റു എന്നാണ്. ഭഗവാന്റെ മുമ്പിലേക്ക്, ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് ഒരാളെ വിളിച്ചിട്ട് ആളെ വരുത്താൻ പറ്റിയില്ല, അത് വന്നില്ല. വരുത്തണം. കാരണം എന്താ? ഇതിന്റെ ഗുണം പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ വീട്ടിൽ ഒരു പണിയില്ലാത്തോണ്ട് വന്നിരിക്കുകയാണോ? ഇവിടെയുള്ള പൂജകളുടെയും ഇവിടെയുള്ള കർമ്മങ്ങളുടെയും മഹത്വം മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിരുന്നാൽ നേരെയാവും, ഐശ്വര്യമുണ്ടാവും എന്ന് മനസ്സിലാക്കി വന്നതല്ലേ. അല്ലാതെ ഊണും ചായയും ഇവിടെ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരല്ലോ. ആരും വീട്ടിൽ ഉണ്ണാനില്ലാത്തവരൊന്നുമില്ലല്ലോ. സാമാന്യ ഊണ് കഴിക്കാനുള്ള വക വീട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ വന്നിരിക്കണേന്ന് വെച്ചാൽ ഇവിടെ പൂജാകാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഭാഗവതയജ്ഞം നടക്കുന്നുണ്ട്, ദശാവതാര ചാർത്ത് നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു വീട്ടിലാണോ നടക്കുന്നത്? അമ്പലങ്ങളിൽ പല ഉത്സവങ്ങളും നടക്കാറുണ്ട്. ഒരു ഭവനത്തിൽ നടക്കുമ്പോ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും വന്ന് കേൾക്കാൻ പാകത്തിന് സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചുകൊണ്ട് നടത്തുമ്പോ അതിൽ നമ്മളുടെ പങ്കാളിത്തം വേണം. നമ്മുടെ നാട്ടിലൊരു വീട്ടിൽ സൽക്കർമ്മം നടത്തുമ്പോ അവിടെ ചെന്നിരുന്ന് അതിൽ പങ്കാളിയാവണം. ശാരീരികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം. മനസ്സുകൊണ്ട് ഇവിടെ വന്നിരുന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം. ഇവിടെയുള്ള കാര്യങ്ങളിൽ നിന്നും പുണ്യം നേടണം. ആ ഭഗവത് കഥകളും പൂജയൊക്കെ തൊഴുതിട്ട് കണ്ണിനും ചെവിക്കും മനസ്സിനും ആനന്ദം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ വരണത്. ഓരോ ആളുകളോടും നമ്മൾ എന്ത് വേണം? പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്, കേട്ട കാര്യങ്ങളെ കുറിച്ച് പറയണം.
ഒരു ദിവസമെങ്കിലും വരൂ, വന്ന് ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കൂ. അപ്പൊ ഇത് നരസിംഹാവതാരമാണ് ചെന്നാൽ ചാർത്തിയതെന്നുണ്ടെങ്കിൽ നാളെ ഏതവതാരമാവും എന്ന് പറഞ്ഞു കൊടുക്കുക. നാളെ വാമനായിട്ടുള്ള അവതാരമാവും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ മറ്റന്നാള് പരശുരാമനായിട്ടാവും, അതിന്റെ പിറ്റേന്ന് ശ്രീരാമനായിട്ടാവും, പിന്നെ ശ്രീകൃഷ്ണനായിട്ടാവും, പിന്നീട് കൽക്കിയായിട്ട് ചിലതിക്കൽ ചെന്നാൽ ചേർത്താറുണ്ട്. ചിലര് കൽക്കി അവതാരം വരണേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മഹാവിഷ്ണുവായിട്ട് ചതുർബാഹുവായിട്ട് ചേർത്താറുണ്ട് 10-ാം ദിവസം. അതിപ്പോ എങ്ങനെയാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ 10-ാം ദിവസം വരെ കാക്കണം. ഇതിപ്പോ 4-ാം ദിവസം ചെയ്തിട്ടുള്ളൂ. മത്സ്യാവതാരവും കൂർമാവതാരവും വരാഹാവതാരവും കഴിഞ്ഞ് നരസിംഹാവതാരമായിട്ട് ഭംഗിയായിട്ട് അവിടെ കളഭം ചാർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കാണുകയും നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മുടെയൊക്കെ പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് എത്തിക്കുകയും അവരോട് നേരിട്ട് വന്ന് കണ്ട് നമസ്കരിക്കാൻ പറയലും ഇത് പറഞ്ഞിട്ടില്ല വെച്ചാൽ നമ്മളവരെ കൂട്ടുകാരല്ല, നമ്മൾ ബന്ധുക്കൾ എന്ന് പറയാൻ പറ്റില്ല. ആ ഗ്രൂപ്പൊന്ന് വേഗം ലെഫ്റ്റായി പോരും. നല്ല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? നല്ല കാര്യങ്ങൾ കിട്ടിയതേ ഒരാൾ പറയണ്ട, ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുക, എനിക്ക് മാത്രം കിട്ടിയാൽ ഇത് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ കൂട്ടുകാരെന്ന് പറയാൻ പറ്റുമോ? ദുഷ്ടന്മാരെന്ന് പറയണ്ടേ നമ്മളെ? അപ്പോ ഇവിടെ നടക്കുന്ന കർമ്മങ്ങളെ കുറിച്ച് ബന്ധുക്കളായിട്ടുള്ളവരോട് സുഹൃത്തുക്കളായിട്ടുള്ളവരോട് പറയുകയും അവരെ ഇവിടേക്ക് വരുത്തുകയും ഇവിടത്തെ ഈ ഒരു സത്സംഗത്തില് ആനന്ദം അനുഭവിപ്പിക്കുക, അവർക്ക് അനുഭവം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോഴാണ് അവര് ഈശ്വരനോട് നമ്മള് ആരെയെങ്കിലും ചേർത്ത് വെക്കുമ്പോ ഈശ്വര ആരാധനയ്ക്ക് അവസരം കൊടുക്കുന്ന സമയത്താണ് നമ്മളെ ബന്ധുക്കള് എന്നോ സുഹൃത്തുക്കളോ എന്നൊക്കെ പറയാൻ പറ്റുക. നമ്മൾ എത്ര പേർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു അല്ലേ? ഇന്നെങ്കിലും പോയിട്ട് പറയുക, നാളെ ഞായറാഴ്ചയാണ്, ഒഴിവു ദിവസമാണ്, കുട്ടികളെയും കൊണ്ട് വരാൻ പറയുക ബന്ധുക്കളോടൊക്കെ. ഇപ്പൊ ബന്ധുക്കളെ ഇപ്പൊ വിരുന്ന് വന്നാൽ സുഖമാണ്, കാരണം വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട, അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ചായയും കാപ്പിയും പലഹാരവും ഊണൊക്കെ ഇവിടെ കഴിഞ്ഞോളും, സുഖല്ലേ? അയ്യോ, സപ്താഹ സമയത്ത് ബന്ധുക്കളൊന്നും വന്നാൽ ശരിയാവില്ല. അപ്പോഴാണ് ശരിയാവുക. കാരണം സാധാരണ വരുമ്പോൾ നിങ്ങൾ ഭാഗവതം കേൾപ്പിക്കും അവരെ. വിരുന്നുകാർ വന്നാല് ഇപ്പൊ ഈ സമയത്ത് വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഭാഗവതം കേൾപ്പിച്ചൂടെ? ഒരു കൂട്ടിക്കൊണ്ടുകൂടെ അവർക്ക്? വീട്ടിലാണെങ്കിൽ ലാഭമാണ്. എന്താ? അല്ലെങ്കിൽ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണം. ഇതൊരു വിഭവം ഉണ്ടാക്കണ്ടല്ലോ, രാവിലെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. 50 കുടം പാല് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വിരുന്നുകാർ സാധാരണ ദിവസം വന്നാൽ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ സപ്താഹത്തിനിടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ 5:45 കൂട്ടിക്കൊണ്ടു വന്നാൽ മതി, ഭഗവാന് പാലഭിഷേകം കാണിച്ചു കൊടുക്കാൻ പറ്റും. അവര് മറക്കുമോ പിന്നീട് നിങ്ങളെ? അവരുടെ വീട്ടിൽ വിരുന്ന് പോയപ്പോഴേ അവർ സപ്താഹം നടന്നതായി കൊണ്ടുപോയി രാവിലെ 51 കുടം പാലഭിഷേകം തൊഴിയിച്ചു ഞങ്ങൾക്ക്. അവർക്ക് ജീവിതത്തിൽ തരായിട്ടുണ്ടാവും എപ്പോഴെങ്കിലും 51 കുടം പാലഭിഷേകം തൊഴാനായിട്ട്. അതിന് ബന്ധുക്കളെ വിളിച്ചു വരുത്തുക, കൂട്ടുകാരെ വിളിച്ചു വരുത്തുക, കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. നേരെയാവാനുള്ള മാർഗം ഭഗവാന്റെ ആ രൂപത്തെ ദർശിക്കുക, ഭഗവത് കഥകളെ കേൾക്കുക. ശ്രവണം, കീർത്തനം. ഇത് നരസിംഹമൂർത്തിയുടെ ആ അവതാര ചാർത്തിന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോ നരസിംഹമൂർത്തിയുടെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ പറഞ്ഞത് കേട്ടാ മാത്രം പോരാ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശ്രവണം, കീർത്തനം. കേട്ട് കഴിഞ്ഞ കേട്ട കാര്യങ്ങള് ഇവിടെ വരാത്തവർക്ക് പറഞ്ഞു കൊടുത്തോളണം. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടത് മുഴുവനൊന്നും ഓർമ്മയിലുണ്ടാവില്ല. പക്ഷെ ഒരു 5 മിനിറ്റ് പറയാനുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും അല്ലേ? രാവിലെ 1 മണിക്കൂർ പ്രഭാഷണം, ഉച്ചയ്ക്ക് മുമ്പ് 1.5 മണിക്കൂർ, ഇപ്പൊ 1 മണിക്കൂർ, ഇനി വൈകുന്നേരം 1 മണിക്കൂർ പ്രഭാഷണം, ഒരു 4-4.5 മണിക്കൂർ പ്രഭാഷണം കേൾക്കുമ്പോ ഒരു 5 മിനിറ്റ് പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങളുടെ മനസ്സിൽ തോന്നില്ലേ ഇന്ന് കേട്ട കാര്യങ്ങളില്? അത് മതി. ആ കേട്ടതിനെ വീട്ടിലുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞു കൊടുക്കുക. ഞാൻ സപ്താഹത്തിന് പോയപ്പോ ഇന്ന കാര്യങ്ങൾ കേട്ടു കിട്ടോ. എല്ലാവരും അത് കേൾക്കും. അവർ വിചാരിക്കും, ആഹാ ഇവർക്ക് നല്ലതൊക്കെ പറയാൻ അറിയാമല്ലേ. ഇന്നേ വരെ വെറുതെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവർ കൃഷ്ണനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയില്ലേ? നിങ്ങളോട് ബഹുമാനം തോന്നുകയല്ലേ ഉണ്ടാവുക? ആ നരസിംഹമൂർത്തിയുടെ ചിത്രമൊക്കെ അയച്ചു കൊടുക്കുമ്പോ ഇത് എവിടെയാണെന്ന് ചോദിക്കും. വരൂ എന്ന് പറയുക, എന്റെ വീട്ടിലേക്ക് വന്നോളൂ, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വരാൻ പറയുക. കേട്ട കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, നല്ലതിനെ. ഇവിടെ പരീക്ഷത്തിനോട് ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, എന്റെ അച്ഛൻ വേദവ്യാസര് അവിടെ അടുത്തിരിക്കുന്നുണ്ട്. ഈ വേദവ്യാസര് എന്നെ പഠിപ്പിച്ചതായിട്ടുള്ള ഭാഗവതം പരീക്ഷത്തെ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുക. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അതീതവാൻ ദ്വാപരാദോ പിതൃദ്വൈപായനാദഹം. അച്ഛൻ എന്നെ പഠിപ്പിച്ചതാ, ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം
7 ദിവസം അങ്ങേക്ക് ആയുസ്സുണ്ട്, അതുകൊണ്ട് സപ്താഹമായിട്ട് പറഞ്ഞു തരാമെന്ന് പറയുക. ഈ 7 ദിവസം കൊണ്ടൊക്കെ ആ ഭാഗവതം മനസ്സിലാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഭാഗവതം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കുക. അതിന് 7 ദിവസം വേണമെന്നൊന്നുമില്ല. ഖഡ്വാങ്കൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വർഗത്തിൽ വെച്ചിട്ട് ആണ് അദ്ദേഹം തന്റെ ആയുസ് അറിഞ്ഞത്. ദേവേന്ദ്രൻ പറഞ്ഞു, അങ്ങേക്ക് ഒരു മുഹൂർത്തം മാത്രമേ ആയുസ് ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു അത്രേ. എന്നാ എന്നെ ഒരു മുഹൂർത്തം കൊണ്ട് ഭാരതത്തിൽ എത്തിക്കോ ചോദിച്ചു. ഒരു മുഹൂർത്തം കൊണ്ട് ഭാരതത്തിൽ എത്തി. പെട്ടെന്ന് ഹരേ നമ എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചതോടുകൂടി മുക്തി കിട്ടി വൈകുണ്ഠ ലോകത്തിലെത്തി. അപ്പൊ ഖഡ്വാങ്കന് ഒരു മുഹൂർത്തം കൊണ്ട് മുക്തി കിട്ടിയെന്നുണ്ടെങ്കിൽ പരീക്ഷത്തെ അങ്ങേക്ക് 7 ദിവസം സമയമുണ്ടല്ലോ. 7 ദിവസം കൊണ്ട് ഞാൻ ഭാഗവതം പറഞ്ഞു തരാം, ഭഗവാനെ അങ്ങയുടെ മുമ്പിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഭഗവാൻ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നയാളാണ്. ആദ്യം അങ്ങ് ഇരിപ്പ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞു. ഭാഗവതം കേൾക്കാനായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണം. എന്നിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് കണ്ണടച്ച് മനസ്സിൽ ഭഗവാനെ ചിന്തിക്കുക. 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് ഭഗവാന്. അത്യധിഷ്ഠ ദശാങ്കുലം, ഒരു 10 അങ്കുലം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അത്രയും വലുപ്പമാണ്. 14 ലോകങ്ങളെക്കാൾ വലുപ്പമാണ് ഭഗവാനുള്ളത്. ആ ഭഗവാന്റെ പാതാളമേധസ്സി പാദമൂലം, 14 ലോകങ്ങളും ഭഗവാന്റെ കേശാദിപാദമാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ കാല് പാതാളമാണ്. ഭഗവാന്റെ കാലിന്റെ മടമ്പ് അതിന് മുകളിലുള്ള ലോകങ്ങളാണ്. കാൽമുട്ട് സുതലലോകമാണ്. അതല വിതലങ്ങളാണ് ഭഗവാന്റെ 2 തുടകള്. ഭഗവാന്റെ അരക്കെട്ട് ഭൂമിയാണ്. അരയ്ക്ക് മുകളിലതായിട്ടുള്ള ഭാഗങ്ങളാണ് മുകളിലേക്കുള്ള മഹർലോകം, ഭൂർലോകം, മഹർലോകം, ജനോലോകം, തപോലോകം, സത്യലോകം. സത്യലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മൂർധാവാണ്. മൂർധവി സത്യലോകസ്തു. ഇങ്ങനെ 14 ലോകങ്ങളെയും ഈശ്വരന്റെ രൂപമായിട്ട് കണ്ടതിന് ശേഷം എന്ത് വേണമെന്നറിയുമോ? ഭാഗവതം കേൾക്കാനിരിക്കുന്നവര് ചിട്ടയോടുകൂടി നിലത്തിരുന്ന് ഭാഗവതം കേൾക്കണം എന്നാണ് പറയുക. നിലത്ത് പായയിട്ടിരുന്ന് അല്ലെങ്കിൽ പലകയിട്ടിരുന്ന് വേണം ഭാഗവതം കേൾക്കണം എന്നാണ് പറയുക. കാരണം ഭാഗവതം പറയുന്നത് നിലത്തിരുന്നിട്ടാണ്. ഇതുപോലെ കേൾക്കുന്നവരും അങ്ങനെ വേണമെന്നൊക്കെയാണ് പറയുക. നിലത്തിരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് പറയണം. ഭാഗവതം കേൾക്കാൻ തുടങ്ങിയാൽ അത് സമർപ്പിക്കുന്നത് വരെ നിലത്ത് കിടന്ന് ഉറങ്ങണം എന്നാണ് പറയുക. തലയണ ഉപയോഗിക്കാൻ പാടില്ല. ഇനി തല ഉയർത്തി വെക്കണം എന്നുണ്ടെങ്കിൽ ബാഹു കൈ തലയണയായിട്ട് വെച്ചോളാനാ പറഞ്ഞത്. ശ്രീപത്മനാഭൻ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു കൈ തലയണയായിട്ട് വെച്ചുകൊണ്ടാ. കൈ തലയണയായിട്ട് വെച്ച് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഭഗവാൻ കിടക്കുന്നത് പോലെ. അങ്ങനെ മറ്റു തലയണകൾ ഉപയോഗിക്കരുത്. തല ഒരേപോലെ വെച്ച് കിടക്കണം എന്നാണ്. നിലത്ത് കിടന്നുറങ്ങുക, നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക, നിലത്തിരുന്ന് ഭാഗവതം കേൾക്കുക. നിലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായ പലക വിരിച്ചിട്ട് അല്ലെ. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിന്റെ കസേര തീരെ പാടില്ല എന്നാണ്. വല്ല ഇരുമ്പിന്റെയോ മരത്തിന്റെയോ ആണെങ്കിൽ അത്ര കുഴപ്പമില്ല അല്ലെ. ഇത് പൂർണ്ണമായും നെഗറ്റീവായിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ മുകളിലായിരിക്കണം. പറഞ്ഞ കാര്യമില്ല. ഇന്നതേ കിട്ടുള്ളൂ അല്ലെ. പായ പോലും പ്ലാസ്റ്റിക്കിന്റെ പായയാണ്. മുമ്പ് പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നില്ല. ഈ മുള കൊണ്ടുള്ള പായയായിരുന്നു. പുല്ല് കൊണ്ടുള്ള പായയായിരുന്നു. പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണോ? ഇത് ഭൂമിയിൽ നിന്ന് കുറച്ചെടുക്കണതാണ്. ഇന്ന് കിട്ടാനില്ല. അത് പുല്ലിന്റെ ആകൃതിയിലുള്ള പ്ലാസ്റ്റിക് ആണെന്ന് കേട്ടോ. കണ്ടാ പുല്ലിന്റെ ആകൃതി എന്നല്ലോ. ആകൃതി കൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മുടെ ആകൃതിയിലൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളാണോ എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പൊ ആകൃതി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. വേണ്ടത് പലകയിലല്ലേ. മരത്തിന്റെ പലകയൊക്കെയാണ് ഇരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലെ. പൂജ ചെയ്യണ സമയത്ത് പ്ലാസ്റ്റിക്കിന്റെ ചൂടും ഇരുന്നിട്ട് പൂജ ചെയ്തൂടെ അവർക്ക്? ഇല്ല, മരത്തിന്റെ ആ ഒരു അവണപ്പലക വേണം. ഈ അവണപ്പലയ്ക്ക് ഒരു വാല് വെച്ചിട്ടുണ്ട്. ഇതിനറിയോ? ആരെങ്കിലും പൂജ മുടക്കാൻ വന്നാൽ ആ വാല് പിടിച്ചിട്ട് അവരെ തലയടിച്ച് പൊട്ടിക്കാനാണ്. പൂജ മുടക്കാൻ ആൾക്കാർ വരും. ചിലപ്പോൾ അയ്യോ പൂജ ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കാൻ ആൾക്കാർ വരും. ചില നാട്ടിലൊക്കെ ഉണ്ടപ്പെടും. ഗണദീപം ചെയ്യാൻ പാടില്ല, വീട്ടില് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എതിർക്കാൻ ആയുധം വേണ്ടേ? അതിനാണ് അവണപ്പലയ്ക്ക് ഒരു വാല്. എന്തിനാ? ഈ വാല് പിടിച്ചിട്ട് എതിർക്കാൻ വരുന്നവരെ അടിച്ചു പൊട്ടിക്കുക. ഇത് ചാക്യാര് കൂത്തിൽ പറഞ്ഞതാണ്. ഇതിന് പാഞ്ചാലി സമയത്തിലൊക്കെ ആരെങ്കിലും എതിർക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ തല അടിച്ചു പൊട്ടിക്കാനായിട്ടാണ് അവണപ്പലകയൊക്കെ ഉള്ളത്. രാജസൂയത്തിലൊക്കെ അങ്ങനെ ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അതിന്റെ ആ ഒരു വാല് അതിന്റെ ആവശ്യമാണെന്ന് പറയാ. തമാശയായിട്ട് പറഞ്ഞതാണ്, അല്ലാണ്ട് കാര്യം കല്ലാളൊന്നുമല്ല.
പലകയുടെ മുകളിൽ ഇരുന്നിട്ട് വേണം, നിലത്തിരുന്നിട്ട് വേണം, പലകയിൽ ഇരുന്നിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ എന്നാ പറഞ്ഞത്. ഭാഗവതം കേൾക്കാനും അല്ലേ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പായയിട്ട് നിലത്തിരിക്കുക വേണ്ടത്. ഭാഗവത പാരായണം കേൾക്കുമ്പോൾ പ്രഭാഷണം വേണമെങ്കിൽ കസേരയിരുന്ന് കേട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പ്രഭാഷണത്തിനല്ല, ഭാഗവതത്തിലെ പ്രാധാന്യം പാരായണം കേൾക്കാനാണ്. സപ്താഹത്തില് പാരായണത്തിനാണ് പ്രാധാന്യം. പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് ചുരുക്കിയും പറയാം, ഇനി സമയം കുറെ ഉണ്ടെങ്കിൽ നീട്ടിയും പറയാം. വായിക്കാനുള്ളത് ചുരുക്കാനും പറ്റില്ല, നീട്ടാനും പറ്റില്ല. അതിലുള്ളത് തന്നെ വായിക്കണം, അത് മുഴുവൻ വായിക്കും വേണം, അത് കുറയ്ക്കാൻ പറ്റില്ല. പ്രഭാഷണം സമയമില്ലാത്ത നേരത്തെ നിർത്താം, അല്ലെങ്കിൽ സമയം ഉണ്ട് വെച്ചാൽ കുറെ നീട്ടാം. പാരായണത്തിനാണ് പ്രാധാന്യം. കാരണം പാരായണം വേദവ്യാസ മഹർഷി എഴുതിയ അതേ വാക്കുകളാണ്, പറയുന്നത് അതേ വാക്കുകളാവില്ല. ഇപ്പൊ കഴിഞ്ഞ തവണ പറഞ്ഞ ഒരു രീതി ആവണമെന്നില്ല ഈ തവണ പറയണത്, മാറ്റം ഉണ്ടാവും. പറയുന്നത് ഭാഗവതം തന്നെയാണെങ്കിലും രീതിക്ക് മാറ്റം ഉണ്ടാവും, വായിക്കുന്നതിന് ഒരു മാറ്റവും ഇല്ല. കാരണം ഭാഗവതം സത്യമാണ്, അതിന് മാറ്റം വരാൻ പറ്റില്ല. ഇവിടെ 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾക്കാൻ തയ്യാറായിക്കോളൂ. ഭാഗവതത്തിന്റെ ആരംഭത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യ് ഈശ്വരാരാധനയ്ക്ക് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ശവത്തിന്റെ കൈ പോലെയാവും, ഒരു ഉപയോഗം ഉണ്ടാവില്ല നമുക്ക്. ഈശ്വരാരാധന ചെയ്യണം കൈകൊണ്ട്, ഭഗവാനെ തൊഴണം, സജ്ജനങ്ങളുടെ പാദം സ്പർശിക്കണം, ഭഗവാന് അർച്ചന ചെയ്യണം, സൽക്കർമ്മങ്ങള് ചെയ്യണം കൈകളെ കൊണ്ട്. തല കൊണ്ട് ഭഗവാനെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഭാരപ്പരം പട്ടകീടജുഷ്ട അത്യുത്തമാംഗം നമയൻ മുകുന്ദം. മുകുന്ദനെ ഭഗവാനെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ തല കഴുത്തിനൊരു ഭാരം മാത്രമാണ്. നമസ്കരിക്കണം. ഇനി കാലുകളാണെങ്കിലോ, കാലുകള് സത്സംഗങ്ങളിലേക്ക് എത്താത്ത കാല് മരത്തിന്റെ വേര് പോലെയാണ് എന്ന് പറയുക. മരത്തിന്റെ വേരിന് ആ മരത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ മരം ജനിച്ചെടുത്ത് തന്നെ നിൽക്കുകയേ പറ്റുള്ളൂ. വേറെ ഓരോ വഴിക്ക് പോയിട്ട് അവിടുന്ന് വെള്ളം വളമൊക്കെ വലിച്ചെടുക്കുന്നതിലാണ്ട് മരത്തിന് വല്ല അനക്കം ഉണ്ടാവുകയോ? ഒരനക്കം ഉണ്ടാവില്ല. സത്സംഗങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാവില്ല. ഉണ്ണുക, ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിട്ട് പോകും. ഇത് മാത്രമേ ഉള്ളൂ വെച്ചാൽ മനുഷ്യനാവേണ്ട കാര്യമൊന്നുമില്ല. ഈ ഉണ്ണുക, ഉറങ്ങുകയും അടുത്ത കുട്ടികളെ ഉണ്ടാക്കുകയൊക്കെ മൃഗങ്ങളും ചെയ്യുന്നുണ്ട്. മനുഷ്യനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഉണ്ടുറങ്ങി നടന്നാൽ പോരാ. നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഉയരത്തിലേക്ക് എത്തണം. ചിന്താഗതികൾ ഉയരണം, ചിന്തകൾ ഉയരണം, നമ്മുടെ വാക്ക് ഉയരണം, നമ്മുടെ പ്രവൃത്തി ഉയർന്നു വരണം. ചേട്ടൻ പറയും, അയാളെ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട് കേട്ടോ ലൈഫില്. ആകെ ഒരു കുത്തെഴുന്ന ജീവിതമായിരുന്നു, ഇപ്പൊ ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും ചില ആൾക്കാരെ കുറിച്ച്. ചേട്ടൻ പറയും കല്യാണം കഴിയുന്നതിന് മുമ്പ് അങ്ങനെ ഉറപ്പിൽ നടന്നവര് കല്യാണം കഴിഞ്ഞപ്പോ ഇപ്പൊ ഒരു ഉത്തരവാദിത്വമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്, എന്താ വേണ്ടതെന്ന് അന്വേഷിക്കുന്നുണ്ട്. മുമ്പ് കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ആകെ ഉറപ്പിൽ നടക്കുകയായിരുന്നു അല്ലേ? അപ്പൊ എന്താ, അത് ജീവിതത്തിൽ വന്നൊരു ഉയർച്ചയാണ്. കാരണം ഒരു അടുക്കും ചിട്ടയും വരിക. അല്ലാണ്ട് കിട്ടിയ കാശ് മുഴുവൻ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും വീട്ടിലേക്ക് ഒന്നും കൊടുക്കാണ്ട് കഴിയുക എന്ന് പറഞ്ഞാൽ അതാണോ വേണ്ടത്? അതല്ല. അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് വീട്ടില് എല്ലാവർക്കും ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ ആ ഒരു അടുക്കും ചിട്ടയൊക്കെ വരുത്താനാണ്. ചിലര് കല്യാണം കഴിഞ്ഞാൽ നേരെയാവും, ചിലർ കല്യാണം കഴിഞ്ഞാൽ അതപ്പൊതിക്കും. ചിലപ്പോ അസപ്പതിക്കല്ല വേണ്ടത്, നേരെയായി വരിക വേണ്ടത്. അതിനെന്ത് വേണം? നേരായ മാർഗത്തെ അറിയണം, തെറ്റും ശരിയും തിരിച്ചറിയാൻ സാധിക്കണം. അതിനെയാണ് ഭാഗവതം ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേണ്ടത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വേണ്ടതിനെ സ്വീകരിക്കുക. അവനവന് ദോഷമുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കുക. ദോഷം ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ പൂർണ്ണമായി ഉപേക്ഷിക്കണം. ബൈക്ക് ഓടിച്ചു പോവുക, അയ്യോ ബൈക്ക് ഓടിച്ചു പോലെ എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് ബാലൻസ് കിട്ടില്ല, ഞാൻ ബസ്സിന് പോക്കോളാം. ശരി ആയിക്കോട്ടെ, ബസ്സിന് പോക്കോട്ടെ, ഇനി അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോക്കോട്ടെ, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് പോക്കോട്ടെ. പറ്റാത്തൊരു കാര്യം പൂർണ്ണമായി ഉപേക്ഷിക്കണം. അയ്യോ ബൈക്ക് എനിക്ക് വയ്യ, ബൈക്ക് പോകാൻ വയ്യ, വേണ്ട. അവനവന് പറ്റുന്നതല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായി അതിനെ ഉപേക്ഷിക്കണം. എന്ത് കാര്യമായാലും, അയ്യോ ആ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ എനിക്ക് 2 ദിവസം ആകെ വയറിന് വിഷമമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഭക്ഷണം ഒഴിവാക്കിയിട്ടോ. ശരി, പിന്നെ ആ ഭക്ഷണം എവിടുന്ന് കണ്ടു കഴിഞ്ഞാലും അയ്യോ അത് ഞാൻ കഴിക്കില്ല, കാരണം മുമ്പ് കഴിച്ചിട്ട് അപകടമായതാ എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായി ഒഴിവാക്കണം. നല്ലത് എന്തുണ്ടോ അതെ അത് നന്നായി കിട്ടോ. അവിടെ ചെന്നപ്പോ നല്ല ഭക്ഷണമായിരുന്നു, നമുക്ക് ആ വഴിക്ക് പോവുകയാണെങ്കിൽ അവിടുന്ന് കഴിച്ചാൽ മതി അല്ലേ? നല്ലതും ചീത്തതും തിരിച്ചറിഞ്ഞ് നല്ലതിനെ സ്വീകരിക്കാനും
ചീത്തതിനെ ഉപേക്ഷിക്കാനുമുള്ള മനസ്സ്, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് വേണ്ടതിനെ സ്വീകരിക്കുക, വേണ്ടാത്തതിനെ ഉപേക്ഷിക്കുക. ഇതാണ് ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയുള്ള ജീവിതം. വേണ്ടതിനെ കുറിച്ച് ഉള്ള ജ്ഞാനം, വേണ്ടാത്തതിനെ കുറിച്ച് വൈരാഗ്യം. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും. എല്ലാത്തിനെ കുറിച്ചും അറിയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമുള്ളതിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. അവിടെ മിക്സി ഇരിക്കുന്നുണ്ടാവും, ഗ്രൈൻഡർ ഇരിക്കുന്നുണ്ടാവും. അതെ, ഈ മിക്സിയിൽ എത്ര വിലയുണ്ട്, ഇതിന് എത്ര കൊല്ലം ഗ്യാരണ്ടി ഉണ്ട്, അത് അപ്പുറത്തിരിക്കുന്ന മിക്സിക്ക് എത്ര ഗ്യാരണ്ടി ഉണ്ട്, ഈ ഗ്രൈൻഡറിന് എന്താ വില. നമ്മളിത് വാങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ? വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം ആലോചിച്ചാൽ പോരെ. അല്ല, വീട്ടിലിപ്പോ ഒരു മിക്സിയും ഗ്രൈൻഡറൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്ന് പറയുക. നമുക്ക് വേണ്ട എന്താ? കുറച്ച് കടല വേണം, പരിപ്പ് വേണം, അരി വേണം, സോപ്പ് വേണം, അതെന്താ വെച്ചാൽ നോക്കിയെടുത്ത് വന്നോളൂ. എന്താ? വേണ്ടതിലേക്ക് മാത്രം ശ്രദ്ധ പോവുക, വേണ്ടാത്തതിലേക്ക് ശ്രദ്ധിച്ച് സമയം കളയരുത് എന്ന് പറയുക. ആ സമയത്ത് നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ട്, അവിടെയാണ് ഈശ്വരാരാധന ചെയ്തുകൊണ്ട് സമയം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. ഭഗവാനെ ആരാധിക്കാനായി തല ഉപയോഗിക്കണം, നമസ്കരിക്കാൻ. കാല് സത്സംഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ മരത്തിനെ പോലെ ജനിച്ചെടുത്ത് തന്നെ നിൽക്കും, അവിടുന്ന് ഉയർന്നു വരാൻ സാധിക്കില്ല. ഇനി നാവ് ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട് നാവ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നാവ് തവളയുടെ നാവ് പോലെയാവും എന്ന് പറയുക. തവളയ്ക്ക് നാവ് കൊണ്ട് രണ്ട് കാര്യം മാത്രമേ നടക്കുള്ളൂ. ഒന്നൊരു പ്രാണി പോകുന്നുണ്ടെങ്കിൽ ആ പ്രാണിയെ നാവ് കൊണ്ട് നക്കി തന്റെ വയറ്റിലേക്ക് ആക്കാം. രണ്ടാമത്, തവളയ്ക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. ഈ തവളയുടെ ശബ്ദം ആർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ? പാമ്പിന് മാത്രമേ ഇഷ്ടമുള്ളൂ അത്രേ. കാരണം എന്താ? തവള അവിടെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പാമ്പ് ചെന്ന് ആ തവളയെ വിഴുന്നു. വേറെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഈ തവളയുടെ ശബ്ദം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കുറച്ചു നേരം. അതിന്റെ പേപ്പറോ എന്നുള്ള ശബ്ദം ആർക്കാ കേൾക്കാൻ ഇഷ്ടമുള്ളത്? പാമ്പിന് ഇഷ്ടമാണ്. ഇതുപോലെ ആവരുത് എന്നാ പറഞ്ഞത്. നമ്മളെ നാവ് കൊണ്ട് വെറുതെ വേണ്ടാത്ത വർത്തമാനം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രമായി മാറരുത്. നാവ് നല്ല കാര്യങ്ങൾ പറയാൻ, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനും ഈശ്വരന്റെ നാമം ജപിക്കാനുമായിട്ട് നാവ് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ തവള പാമ്പിനെ വിളിച്ചു വരുത്തുന്നത് പോലെ വയറ നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾക്ക് അപകടത്തെ ഉണ്ടാക്കും. നാക്ക് അടക്കി വെച്ചിട്ട് പണിയെടുക്കാനാണ് പറയുക. നാക്ക് അടക്കി വെക്കുക. ചിലപ്പോ ഇല്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞത് അവനവന്റെ അന്ത്യത്തിന് കാരണമാവും. കണ്ണ് ബർഹായിതേനേനരാണാം. അവനവന്റെ കണ്ണ് എന്തിനുപയോഗിക്കണം? ഭഗവാനെ കാണാനായിട്ട്. കണ്ണ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മയിൽപീലി കണ്ണ് പോലെയാവുന്നതാണ്. മയിൽപീലിയുടെ മുകളിലൊരു കണ്ണുണ്ട്, കണ്ണിന്റെ ചിത്രം ഉണ്ടാവും. അതുകൊണ്ട് മയിലിന് വല്ല ഗുണമുണ്ടോ? മയിലിനൊരു ഗുണവുമില്ല. മയിലിന് വല്ലതും കണ്ണ് കാണണമെന്നുണ്ടെങ്കിൽ മുഖത്തുള്ള കണ്ണ് തന്നെ വേണം, അല്ലെ? ആ പീലിയുള്ള കണ്ണുകൊണ്ട് ആൾക്കാർ പീലി കിട്ടാൻ വേണ്ടിയുള്ള മയിലിനെ കൊല്ലാനിടയുണ്ട്. അങ്ങനെ മയിൽപീലി കണ്ണ് പോലെ ആവരുത് നമ്മളെ കണ്ണ്. കണ്ണ് ഭഗവാനെ കാണാനായിട്ട്. ഇപ്പൊ രാവിലെ ഭഗവാന്റെ പാലഭിഷേകം പറഞ്ഞില്ലേ രാവിലെ, അതുപോലെ രാവിലെ വന്ന പാലഭിഷേകം തൊഴാനൊക്കെ ആയിട്ട് കണ്ണ് ഉപയോഗിക്കണം. എന്നാലേ നമുക്ക് ഉപയോഗമായിട്ട് നല്ലതായിട്ട് മാറുള്ളൂ എന്ന് പറയുകയാണ്. ഈ ചെവിയില് ഈശ്വര കഥകൾ കേൾക്കാത്ത ചെവി മരത്തിന്റെ പൊത്തുപോലെയാണ് എന്നാണ്. മരത്തിന് ഒരു പൊത്തുണ്ടെങ്കിൽ ആ മഴ പെയ്യുമ്പോൾ അതിൽ വെള്ളം നിറയും. ആ വെള്ളം കെട്ടി നിന്ന് ആ മരം അവിടെ ജീർണിച്ച് ഒരു ദിവസം അത് തകർന്ന് വീഴും. അത് നമ്മുടെ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിൽ പലതും കേൾക്കും. അതിൽ നല്ലതിനെ കൂടുതൽ കേൾപ്പിച്ചിട്ടില്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ കേട്ട് നമ്മൾ ചീത്തയാവുമെന്ന് പറയുക. അതെ, ഒരു എന്റെ കൂടെ മദ്യപിക്കാനായിട്ട് എന്ന് പറഞ്ഞ ആൾക്കാര് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് അതെ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയിരിക്കുന്നതാണ്. അത് ആളുകളെ ചീത്തയാക്കുന്നതാണ്. അതിന് മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത്ര ഇത് കഴിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ അത് പോയിട്ട് കഴിക്കണത് എന്ന് ചിന്തിക്കാറാവണം. മദ്യപിക്കാൻ വരൂ എന്ന് പറഞ്ഞ് ആളുകൾ വിളിക്കുമ്പോ അങ്ങോട്ട് പോവാണ്ടിരിക്കണം. അതിനെന്ത് വേണം? ഇപ്പുറത്ത് ഭഗവത് കഥകൾ കേൾക്കണം. ഭഗവത് കഥകൾ കേട്ടുകഴിഞ്ഞാൽ മദ്യത്തിന്റെ ദോഷം മനസ്സിലാവും. മദ്യപിച്ചിട്ട് ശ്രീകൃഷ്ണന്റെ വംശം പോലും മദ്യപാനം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരാളും മദ്യപിക്കരുത്. ആരെങ്കിലും മദ്യപിച്ചു വന്നാൽ ഗേറ്റിന്റെ അകത്തേക്ക് കടത്തരുത്. പിന്നെ ഭർത്താവായാലും ശരി, കുട്ടിയായാലും ശരി, സഹോദരനായാലും ശരി,
ഗേറ്റിന്റെ പുറത്ത് റോഡിൽ കിടന്നോളാൻ പറയുക. മദ്യത്തിന് ലഹരിയൊക്കെ കഴിഞ്ഞ് മാറിയിട്ട് അകത്തേക്ക് കയറ്റാവൂ എന്ന് വീട്ടിലുള്ള ഒരു സ്ത്രീകളെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറെ നേരെയോ അല്ലെ? പെണ്ണൂരും പെട്ട ബ്രഹ്മാവിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാ. ഈ വീട്ടിലുള്ള ആളുകളുടെ മദ്യപാനം നിർത്താൻ വേണ്ടി സ്ത്രീകളൊന്ന് ഇറങ്ങി പുറപ്പെടും. മദ്യപിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, എന്ത് ചെയ്യുക? പോലീസുകാരോട് പോയിട്ട് അന്വേഷിക്കുക ഈ ഊതിക്കുന്ന സാധനം എവിടെയാ കിട്ടുക. ഓരോ വീട്ടിലും വാങ്ങി വെക്കുക. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ അല്ലെങ്കിൽ സഹോദരന്മാരോ മക്കളോ ആരാച്ചാ വരുന്ന സമയത്ത് ഇതിലൊന്ന് ഊതിയിട്ട് കയറിക്കോളാൻ പറയുക അല്ലേ? അതിൽ വിസിൽ വന്നു വെച്ചാൽ വാഹനം ഒഴിച്ചു കഴിഞ്ഞാൽ പിഴയില്ലേ? വീട്ടിലേക്ക് മദ്യപിച്ച് വന്നാൽ പിഴ എന്താ? മറുത്ത് കിടന്നൂടെ പരമാവധി. ഇനിയിപ്പോ വീട്ടിന്റെ പുറത്താക്കിയൊന്നും വേണ്ട, ഹാളിലേക്ക് കയറാൻ പറ്റില്ല, മറുത്തോടെ കിടന്നോളൂ. 4 ദിവസം മറുത്ത് കിടത്തുമ്പോ താനേ പഠിച്ചോളൂ. ഇനി ഇല്ലാത്ത എന്താ ചെയ്യാ? മദ്യപാനം നിർത്തിയില്ലെങ്കിൽ ഞാൻ ഡൈവേഴ്സ് വാങ്ങി പോവുക എന്നുകൊണ്ട് ഡൈവേഴ്സ് വാങ്ങി പോവുക. ഡൈവേഴ്സിന്റെ ലെറ്റർ വരുമ്പോഴെങ്കിലും ചിലപ്പോ ഒന്നുകിലും മദ്യം നിർത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മദ്യപാനി എടുത്ത് രക്ഷപ്പെട്ടില്ലേ? ഈ മദ്യപിച്ച് വന്നിട്ട് ഉള്ള ആ പാപം അല്ലെ, മദ്യപിച്ച ആളുകൾ ഉള്ള നാട് തന്നെ മുടിയും. കേരളം അങ്ങനെ മുടിയാൻ കാരണം ആ മദ്യപാനത്തിന്റെ ആ ഒരു ആധിക്യം കൊണ്ടാണ്. കാരണം ഭാഗവതം പറഞ്ഞു വെച്ചു 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്യപാനുള്ള ദിക്കില് കലിയുണ്ടാവും, കലഹമുണ്ടാവും. ശ്രീകൃഷ്ണ ഭഗവാന്റെ വംശം പോലും മദ്യപാനം കൊണ്ട് നശിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണ വംശത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? സ്ത്രീകൾ ഭാര്യമാരോട് വിചാരിച്ചാൽ മതി, എന്റെ ഭർത്താവ് മദ്യപിക്കില്ല എന്നവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മദ്യപാനികളായിട്ടുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ തയ്യാറാവാണ്ടിരുന്നാൽ മതി. ഒരു പെണ്ണ് കിട്ടാണ്ടിരിക്കുമ്പോ അവർ ചിലപ്പോ മദ്യപാനം നിർത്തും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി പുറപ്പെടും സ്ത്രീകളെല്ലാവരും. ഞാൻ ഓരോന്നെങ്കിലും പറയാറുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പോലും പറഞ്ഞു തന്റെ വംശം പോലും മദ്യപാനം കൊണ്ട് നശിച്ചു എന്ന്. അതുകൊണ്ട് തെറ്റായ മാർഗങ്ങളിലേക്ക് പോവാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചെവിയില് നല്ലതിനെ കേൾക്കണം. നല്ലതും ചീത്തതും പറഞ്ഞു തരും. എവിടെയാ? സ്കൂളിൽ പഠിപ്പിച്ചു തരുമോ? സ്കൂളിൽ നല്ലതൊന്നും പഠിപ്പിച്ചു തരില്ല. ഇപ്പൊ സ്കൂൾ കുട്ടികൾക്കൊക്കെയാണ് അത്ര മയക്കുമരുന്ന് സ്കൂൾ കുട്ടികളിലൂടെയാണ് അത്ര വിതരണം ചെയ്യണത്. ഞങ്ങൾ പലതിലും കണ്ടു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ബാഗില് മയക്കുമരുന്നുകൾ. കാരണം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ ബാഗൊന്നും പോലീസുകാർ പരിശോധിക്കില്ലല്ലോ. എന്നിട്ട് അവരടുത്ത് പറയൂ ഇത്രേ എന്നൊരാൾ വന്ന് ചോദിക്കും. അപ്പോ നീ അത് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുക. പുറത്തേക്കാണ് അത്ര മയക്കുമരുന്നുള്ള കുട്ടികളിലൂടെയാണ് അത്ര. ആരെങ്കിലും എന്തെങ്കിലും പൊതി കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് അധ്യാപകരോടോ അച്ഛനോടോ അമ്മയോടോ പറയണമെന്ന് കുട്ടിയുടെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പറയും, അമ്മ ഇങ്ങനെ ഒരാൾ ഒരു പൊതി കൊണ്ടു തന്നിട്ട് എന്നോട് വേറൊരാൾ വരുമ്പോ കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ടീച്ചറോട് പറയും, കുട്ടി അമ്മയോടോ അച്ഛനോടോ പറയും, അവരന്വേഷിക്കും, രക്ഷപ്പെടുത്താൻ പറ്റും. ഇത് ശീലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു കുട്ടിക്ക് കുറേശ്ശെ ആദ്യം 100 രൂപ കൊടുക്കും, പിന്നെ 200 രൂപ കൊടുക്കും. പിന്നെ അങ്ങനെ കുട്ടിക്ക് കാശ് കിട്ടാൻ തുടങ്ങുമ്പോൾ കുട്ടി കാശിനെ അടിവപ്പെട്ടിട്ട് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും, രാജ്യദ്രോഹങ്ങൾക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനെന്ത് വേണം? സത്സംഗങ്ങളിൽ വന്നിട്ട് നല്ലതേത് ചീത്തതേത് എന്ന് കേൾക്കണം. ചെവി എന്തിനാണ്? നല്ല കാര്യങ്ങൾ കേൾക്കാനാണ്. ചീത്ത കാര്യങ്ങൾ കേൾക്കാൻ ഇടവരരുത്. അപ്പോ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുക, ഭഗവത് കഥകൾ കേൾക്കാനായി ചെവി ഉപയോഗിക്കുക. ഇങ്ങനെ കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക് എല്ലാം ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. കാല് സത്സംഗങ്ങളിലേക്ക് പോവുക, കൈകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, കണ്ണുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ കാണുക, ചെവി കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കുക, നാവ് കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ശിരസ് കൊണ്ട് ഭഗവാനെ നമസ്കരിക്കുക. നമ്മുടെ മോളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ നിയമമുണ്ട്. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ കൊറോണയ്ക്ക് ശേഷം കൂടുതലായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതില് നിത്യേന കുട്ടികള് അച്ഛനെയും അമ്മയും നമസ്കരിക്കുന്ന ചിത്രം അയച്ചു കൊടുക്കണം. സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന ചിത്രം അയച്ചു കൊടുക്കണം. കാരണം സ്കൂളിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ്, അവര് നാമം ജപിച്ചോളണം എന്നാണ്. സർക്കാർ സ്കൂളിലൊന്നും കാണില്ല. നാമം ജപിക്കണമെന്ന്, അച്ഛനമ്മമാരെ നമസ്കരിക്കണമെന്ന് ചെറുപ്പത്തിലെ ശീലിപ്പിക്കുകയാണത്. നല്ല കാര്യങ്ങൾ ശീലിച്ചു കൊണ്ടുവരണം കുട്ടിക്കാലത്ത്. വലുതായി കഴിഞ്ഞാൽ നേരെയാക്കാൻ പ്രയാസമാണ്. ചെറുപ്പത്തിലേ ശീലിപ്പിച്ചു കൊണ്ടുവരണം നല്ല കാര്യങ്ങളെ. ഈ നല്ല കാര്യങ്ങളെ ഭഗവത് കഥകളിലൂടെ പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. ആ ഭാഗവതം മുമ്പ് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞപ്പോ പറയുക, ഭാഗവതം ഭംഗിയായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഈശ്വരാനുഗ്രഹം വേണം. ഈ പറയുന്ന കാര്യം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം. കേൾക്കുന്ന ആളുടെ ചെവിയിലായാൽ പോരാ,
കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഈ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാവണം. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്, പ്രാക്ടിക്കലാക്കേണ്ടതാണ്, അത് കേട്ടു പോകാനുള്ളതല്ല, അനുസരിച്ച് ജീവിക്കാനുള്ളതാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നാൻ പറയുന്ന ആൾക്ക് ഈശ്വരാനുഗ്രഹം വേണം. എന്നാലേ കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു, രാവിലെ മുതൽ 5-6 മണിക്കൂർ പ്രഭാഷണമൊക്കെ ഉണ്ടായി, എന്തേ പറഞ്ഞോ എന്താണെന്നും മനസ്സിലായില്ല, അതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഒരു സപ്താഹത്തിൽ അല്ലെങ്കിൽ വേറെ സപ്താഹത്തിൽ പോയിട്ട് കേൾക്കാമെന്ന് വിചാരിക്കാം. അതെ, അന്ന് ആ സപ്താഹത്തിൽ പറഞ്ഞ കഥ എനിക്ക് ശരിക്കും മനസ്സിലായില്ല, അതിന് അടുത്ത മാസം ഇവിടെ അമ്പലത്തിൽ സപ്താഹം ഉണ്ട്, അടുത്ത അമ്പലത്തിൽ, അപ്പൊ അവിടെ പോയിട്ട് കേൾക്കാം. പക്ഷേ പരീക്ഷത്തിന് അതിന് സമയമില്ല. കാരണം പരീക്ഷത്തിന് ആകെ 7 ദിവസമേ ആയുസുള്ളൂ. പരീക്ഷത്തിന് 2ാമത്തെ സപ്താഹത്തിന് പോവാ, അടുത്ത കൊല്ലം സപ്താഹത്തിന് പോവാന്ന് പറഞ്ഞാൽ ആയുസില്ല. അതുകൊണ്ട് പരീക്ഷത്തിന് ഒരു തവണ കേൾക്കുമ്പോഴേക്ക് തന്നെ ഇത് മനസ്സിൽ ആവണം. അതിനുവേണ്ടി ശ്രീ ശുകബ്രഹ്മർഷി ശുഖസാരസ്വതം എന്ന മന്ത്രം കൊണ്ട് ഭഗവാനെ ആരാധിച്ചു. ഭഗവാനെ, എന്റെ നാവിൽ വന്നിരുന്ന് എന്റെ നാവിൽ നിന്നും വരുന്ന കാര്യം കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ഉറക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുക, ഏതദേവാത്മഭൂരാജൻ നാരദായ യുഗർച്ചതേ വേദഗർഭോഭ്യതാൽ സാക്ഷാൽ യഥാഹ ഹരിരാത്മന. ആ വേദഗർഭൻ ബ്രഹ്മാവിന്റെ അടുത്ത് ഒരിക്കൽ നാരദ മഹർഷി ചെന്നു സത്യലോകത്ത്. അപ്പോ ബ്രഹ്മാവ് തപസ് ചെയ്യുക. അപ്പൊ ചോദിച്ചു, അച്ഛൻ ആരെയും തപസ് ചെയ്യണത് എന്ന് ചോദിച്ചു. അതോ, ഞാൻ ഈശ്വരനെയാണ് തപസ് ചെയ്യുന്നത്. അപ്പൊ അച്ഛനല്ലേ ഈശ്വരൻ? ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് എന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. പറഞ്ഞു ബ്രഹ്മാവ്, നാരദ, സൃഷ്ടികർത്താവ് ഞാൻ തന്നെയാണ്, പക്ഷേ ഈ സൃഷ്ടി ചെയ്യുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങല്ലേ ചെയ്യണത്? എന്നെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുകയാണ്. ഈ ഭഗവാനെ എങ്ങനെയാണ് കണ്ടെത്തുക ചോദിച്ചു. ഭഗവാനെ കണ്ടെത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ ഈ താമരയില് ജനിച്ച സമയത്ത് ഞാൻ ആരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബ്രഹ്മാവിന്, ബ്രഹ്മാവ് ആദ്യമായിട്ടുണ്ടായത് താമരയാണ്. ആ താമരയില് ബ്രഹ്മാവ് ഉണ്ടായി. ബ്രഹ്മാവിന് ഒരു മുഖ ഉണ്ടായിരുന്നുള്ളൂ. താൻ ആരാണെന്ന് അറിയാണ്ട് ബ്രഹ്മാവ് ആ താമരത്തണ്ടിന്റെ ഉള്ളിലൂടെ പോയി നോക്കി, ഒരുപാട് കാലം പോയി നോക്കി. ഇതിന്റെ ആ ആരംഭം താമര എവിടുന്ന ഉണ്ടായത് എന്ന് കാണാൻ വേണ്ടിയിട്ട് കുറെ താഴേക്ക് പോയി നോക്കി. അവസാനം ഈ താമര എങ്ങനെ ഇവിടെ വിരിഞ്ഞു എന്ന് അറിയാൻ പറ്റിയില്ല. അത്ര അന്വേഷണത്തിലാണ്. ബ്രഹ്മാവ് പറയുക, ഈ താമര വിരിയാൻ കാരണം എന്താന്നുള്ളത് കുറെ അന്വേഷിച്ചു നോക്കി, ഇത്രേ കണ്ടെത്താൻ പറ്റിയില്ല ബ്രഹ്മാവിന്. അവസാനം ബ്രഹ്മാവ് മുകളിൽ വന്നു. ആ താമരയിൽ ഇരുന്നു കൊണ്ട് 4 ഭാഗം നോക്കിയപ്പോ ബ്രഹ്മാവിന് 4 തലയുണ്ടായി. മേപ്പെട്ട് നോക്കിയപ്പോ അവിടെ ഒരു തലയുണ്ടായി. 5 തലയുണ്ടായി ബ്രഹ്മാവിന്. പഞ്ചാനനം പത്മജം, 5 തലയുണ്ടായിരുന്നു ബ്രഹ്മാവിന്. അങ്ങനെ 5 തലയുള്ള ബ്രഹ്മാവ് എന്താ വേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്രേ സ്പർശേഷു ഷോഡശം ഏകവിംശം. സ്പർശിച്ചു നിൽക്കുന്ന അക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, കൂട്ടക്ഷരങ്ങള് എന്നൊക്കെ പറഞ്ഞ അക്ഷരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടല്ലോ. സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, കൂട്ടാക്ഷരങ്ങള്, ചില്ലാക്ഷരങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വ്യഞ്ജനാക്ഷരങ്ങളാണ് സ്പർശേഷു സ്പർശിച്ചു നിൽക്കുന്ന അക്ഷരങ്ങള്. അതില് ഷോഡശം ഏകവിംശം, 16-ാമത്തെയും 21-ാമത്തെയും അക്ഷരം അങ്ങനെ കേട്ടു അത്രേ. കേൾക്കുകയാണ് ഉണ്ടായത്. ശ്രുതിയാണ് ആദ്യം ഉണ്ടായത്, കേൾക്കുക. ഇപ്പൊ ഭാഗവതം, ഇത് ഭാഗവതം എടുത്ത് വായിക്കാൻ കാരണം എവിടുന്നോ ഭാഗവതത്തെ കുറിച്ച് കേട്ടിട്ടാണ്. ആ കേട്ട കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. ഭാഗവതം എന്ന് കേട്ട കാര്യത്തെ പറയുന്നു. പിന്നെ ഭാഗവത പുസ്തകം വാങ്ങുന്നു, പാരായണം ചെയ്യുമ്പോൾ നോക്കിയിരിക്കുന്നു, പതുക്കെ വീട്ടിൽ പോയിട്ട് വായിക്കണു. ശ്രവണം, ശ്രുതിയാണ് ആദ്യം. ബ്രഹ്മാവ് ഏതാ കേട്ടത്? 16-ാമത്തെയും 21-ാമത്തെയും അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താ എന്നും പാ എന്നുള്ള അക്ഷരമാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ 16-ാമത്തെ താ എന്നും 21-ാമത്തെ പാ എന്നും. തപതപേദി എന്ന് പട്ടേരിപ്പാട് പറയും. തപ എന്ന ശബ്ദം കേട്ടു. ബ്രഹ്മാവ് തപസ് ചെയ്തു. ബ്രഹ്മാവിന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെയാണ് കണ്ടപ്പോ സൃഷ്ടി നടത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും ബ്രഹ്മാവിന്റെ ഉള്ളിൽ എല്ലാ അറിവും ഉദിച്ചു. താൻ ആരാണെന്നും ഈ വന്നിരിക്കുന്ന ഭഗവാൻ ആരാണെന്നും ഒക്കെ മനസ്സിലാക്കി. താൻ ചെയ്യേണ്ട കർമ്മം എന്താണെന്നും മനസ്സിലാക്കി. അപ്പോഴാണ് ചോദിക്കുന്നത് ബ്രഹ്മാവ്, ഞാൻ സൃഷ്ടി നടത്തുമ്പോ സൃഷ്ടിയിലെ ചില കാര്യങ്ങൾക്ക് നാശം ഉണ്ടാവുമല്ലോ.
അതുണ്ടാവും. ഉണ്ടായതിനെല്ലാം നാശമുണ്ട്. അങ്ങനെ നശിക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. സങ്കടം ഉണ്ടാവും. അപ്പൊ സങ്കടം ഇല്ലാണ്ടിരിക്കാൻ എന്താ വേണ്ടത്? സങ്കടമില്ലാതെ ജീവിക്കാൻ ഭാഗവതം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു ഭഗവാൻ. ഭാഗവതം മനസ്സിലാക്കുക അല്ലെ? ഭാഗവതത്തിന് പോയാൽ എന്നുള്ളതല്ല, ഭാഗവതം കേട്ടാൽ എന്നുള്ളതല്ല, ഭാഗവതം മനസ്സിലാക്കിയാൽ. ചെവിയിലാക്കിയാൽ പോരാ, മനസ്സിലാക്കണം. ഞാൻ ഭാഗവതം കേട്ടു എന്നുള്ളതുകൊണ്ടായില്ല, മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോ ഒരു സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 4 ശ്ലോകമായിട്ട് ഭാഗവതം ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സദൽപരം പശ്ചാദഹം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യഹം ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാത ആത്മനോ മായാം യഥാഭാസോ യഥാതമ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ചാവതേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നദേഷ്വഹം ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യം യസ്യാൽ സർവത്ര സർവദാ. ഇതാണ് 4 ശ്ലോകമായിട്ടുള്ള ഭാഗവതം. ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ബ്രഹ്മാവെ, അങ്ങുണ്ടാവുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ബ്രഹ്മാവ് ഉണ്ടാവുന്നതിന് മുമ്പും ഭഗവാൻ ഇവിടെയുണ്ട്. ബ്രഹ്മാവ് ഉള്ളപ്പോഴും ഭഗവാൻ ഇവിടെ തന്നെയുണ്ട്. ഇനി ബ്രഹ്മാവ് ഇല്ലാണ്ട് ആയാലും ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇന്നലെ രാവിലെ ഇപ്പോ നമ്മളിവിടെ വന്നിരിക്കണില്ല, അല്ല വൈകുന്നേരം ഉദ്ഘാടനമൊക്കെ ആകുമ്പോഴേക്കാണ് വന്നത്. പക്ഷെ ഇന്നലെ നമ്മളിവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഭഗവാൻ ഇവിടെ ഇന്നലെയുണ്ട്. അപ്പൊ നമ്മളിവിടെ 7 ദിവസം സപ്താഹത്തിന് വരുമ്പോഴും ഭഗവാൻ ഇവിടെ തന്നെയുണ്ട്. ഇനിയിപ്പോ നമ്മൾ സപ്താഹം കഴിഞ്ഞിട്ട് 5-ാം തീയതി അവരവരുടെ വീട്ടിലേക്ക് പോയാലും ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഭഗവാൻ എവിടെയും പോകണില്ല. പിന്നെ നമുക്ക് എപ്പോഴും ഭഗവാനെ കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞതോ അത് അജ്ഞത കൊണ്ടാണ്, നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറയുക. അറിവില്ലായ്മ കൊണ്ട് ഉള്ളിൽ പല 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 തെറ്റായ ധാരണകൾ ഉണ്ടാവും. അതിനെ അറിവുള്ളവരുമായിട്ട് സംവാദത്തിലൂടെ ചോദ്യോത്തരത്തിലൂടെ മനസ്സിലാക്കണം. ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ചിലപ്പോ ചിലർക്ക്. ആരെങ്കിലും ചിലപ്പോ വിവരമില്ലാത്തവർ പറയുന്നുണ്ടാവും ചിലപ്പോ അതെ കൃഷ്ണ വിഗ്രഹത്തിൽ ഓടക്കോട് വെക്കരുത് കേട്ടോ, ഭഗവാന് ഓടക്കോട് വെക്കാൻ പാടില്ല എന്ന് ചില ആൾക്കാര് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ കേൾക്കാറുണ്ട്. അതെയോ? അപ്പൊ ഞാൻ ചോദിക്കും, ആരെ പറഞ്ഞതെന്ന് ചോദിക്കും. അല്ല, ആരോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, വിവരമുള്ളവർ ആരെങ്കിലും പറഞ്ഞതാണോ എന്നുള്ളത് അറിയണം. അല്ലെ, വിവരമില്ലാത്തവർ പലതും പറയും. കാരണം എന്താ? കൃഷ്ണൻ ഓടക്കോട് വെച്ചു കൊടുക്കുമ്പോ ആ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുമെന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പൊ അതിന് വിപരീതമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാർ പറഞ്ഞു തരുന്നതാണ് ഓടക്കൊള്ളത്ത് മാറ്റണം എന്ന്. അത് ആരെ പറഞ്ഞു തന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരവൊന്നുമില്ല. ആരോ പറഞ്ഞു തന്നു. ആരോ പറഞ്ഞു എന്ത് പറയാൻ പറ്റുമോ? അതിനാണ് കേട്ട കാര്യങ്ങൾ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞത്. ക്ലാസ്സിൽ മാത്രമല്ല, ഗ്രൂപ്പുകളിൽ മുഴുവൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കൃഷ്ണ വിഗ്രഹത്തിൽ ഓടക്കോല് വെക്കാണ്ടുള്ള വിഗ്രഹം കൃഷ്ണന് ഗോപികമാരെക്കാളിലും എന്തിന് രാധാദേവിയെക്കാളിലും കണ്ണന് ഇഷ്ടം ഓടക്കുഴലിനെയാണ്. ആ ഓടക്കുഴലിനെ കണ്ണിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളെ നമ്മളിന്ന് മാറ്റുകയും ചെയ്യുക. ആലോചിച്ചാൽ മതി, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മളിന്ന് എടുത്ത് മാറ്റി. എന്തിന്? ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണ് രാവിലെ എണീക്കുമ്പോ കാണാനില്ല, നമ്മുടെ അടുത്തില്ല. എത്ര കണ്ട് പരിഭ്രമം ഉണ്ടാവും നമുക്ക്. ഇപ്പൊ സപ്താഹം കേൾക്കാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ താഴെ എങ്ങാൻ വീണു, അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ പോയപ്പോ അവിടെ വെച്ച് മറന്നുപോയി. പിന്നെ ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞു, ഭാഗവതം കേട്ടു. ഇവിടെ പറഞ്ഞപ്പോൾ അത് എന്റെ മൊബൈൽ എവിടെ ഇരിക്കണത്? അയ്യോ, ഇവിടെ ഊണ് കഴിക്കണത് വെച്ച് ഇങ്ങനെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാകുമോ? പരിഭ്രമായില്ലേ നമുക്ക്? അപ്പൊ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓടക്കോള് ഭഗവാന്റെ അടുത്ത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എത്ര കണ്ട് പരിഭ്രമം ഉണ്ടാവും. ഓടക്കോളിൽ നിന്നും ഭഗവാനും ഓടക്കോളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ദശമസ്കന്ധം 21-ാമത്തെ അധ്യായം, ഒരധ്യായം മുഴുവൻ ഓടക്കുഴലിനോടുള്ള ഭഗവാന്റെ പ്രേമത്തെ കുറിച്ചാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വെക്കരുത് എന്ന് ഏതെങ്കിലും ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും
പറഞ്ഞതായിട്ട് ഉള്ളവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്തിനാ പറയണത്? അത് വെച്ചാൽ അവിടേക്ക് ഐശ്വര്യം വരും. കാരണം ഭഗവാൻ ഓടക്കോള് വിളിക്കുമ്പോ സകല ലോകത്തുള്ള ഐശ്വര്യങ്ങളും ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. വഴങ്ങുന്ന ഭാഗവത്തിലെ ശ്ലോകവും ഇതാണ്: ഇതി വേണുരവം രാജൻ സർവഭൂത മനോഹരം. വേദവ്യാസര് പറഞ്ഞു വെച്ചതാ, ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോ സർവഭൂത മനോഹരം, എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിന് ആനന്ദമുണ്ടാവണു. അപ്പൊ ഇവരെന്തിനെടുത്ത് മാറ്റാൻ പറഞ്ഞത്? ആനന്ദം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട്, നമ്മൾ കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ആരോ ഒരാള് പറഞ്ഞതിനെ ബാക്കിയുള്ളവർ ഏറ്റെടുത്ത് വരിക. അപ്പൊ ഈ നിങ്ങളോട് പറഞ്ഞ ആള് കുറ്റക്കാരനാവില്ല, കാരണം അയാൾ വേറെ ആരോ പറഞ്ഞു കേട്ടതാവും. അതെ, അവരോട് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിന്റെ ഉത്ഭവം എവിടെയാന്നുള്ളത് കണ്ടെത്തിയിട്ട് അവിടുന്ന് തിരുത്തണം. അതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ച് ആ നല്ല കാര്യങ്ങളിലേക്ക് ഇതിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുക. ചില ദിക്കിൽ സപ്താഹത്തിന് ആ വേണുഗാനം അധ്യായം വായിക്കുമ്പോൾ ഓടക്കോള് സമർപ്പിക്കുക എന്നുള്ള വഴിപാട് തന്നെ ചെയ്യാറുണ്ട്. വിവാദങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ശല്യം. കുറെ ഓടക്കോള് വാങ്ങി വെച്ചിട്ട് ഭക്തന്മാര് വഴിപാടായിട്ട് സമർപ്പിക്കുക ഭഗവാൻ ഓടക്കോള്. അല്ലെ, ഓടക്കോള് പാടുന്ന പാട്ട് തന്നെ ഇല്ലേ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. വേണുഗാനം ഓടക്കോള് ചോദിക്കുകയാണ്, രാധയുടെ പ്രേമത്തിനോടാണോ കണ്ണ ഞാൻ പാടുന്ന എന്നിലൂടെ പാടുന്ന പാട്ടിനോടാണോ നിനക്ക് ഇഷ്ടം? നിനക്ക് എന്നോടാണോ ഇഷ്ടമെന്ന് എനിക്ക് അറിയാം. അറിയരുതേ രാധയെ അറിയരുതേ. ഇത് ഗുരുവായൂരപ്പ രഹസ്യം. ഭഗവാന് ഓടക്കോളിനോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് രാധ അറിയരുതേ എന്ന് പറയുകയാണ്. എനിക്ക് അവർക്ക് സങ്കടമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. ഒന്ന് നോക്കൂ, വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഓടക്കുഴലിന്റെ നാദം ഏതെങ്കിലും ആളുകൾ, ഫ്ലൂട്ട് വായിക്കുന്ന ആളുകള് ആ ഓടക്കുഴൽ വായിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എന്ത് ആശ്വാസം ഉണ്ടാവും. ലോകത്തില് പോസിറ്റീവ് എനർജി നിറച്ചു കൊടുക്കുന്ന വാദ്യോപകരണങ്ങളിൽ രണ്ടാമത്തെ സ്ഥാനം ഓടക്കുഴലിനാണ്, ഒന്നാമത്തെ സ്ഥാനം ശംഖിനാണ്. ഇത് രണ്ടും ഭഗവാന്റെ കയ്യിലുണ്ട്. ശംഖുനാദത്തോളം പോസിറ്റീവ് കൊടുക്കാവുന്ന ഒരു വാദ്യോപകരണം വേറെ ഇല്ല അവിടെ. രണ്ടാം സ്ഥാനം ഓടക്കുഴലിനാണ്. ഭഗവാൻ ഓടക്കുഴലിലൂടെ എല്ലാവരെയും ഗോപികമാരെയൊക്കെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയല്ലേ ഉണ്ടായത്. ആരെങ്കിലും ആട്ടി പറഞ്ഞേക്കാനുണ്ട്, അയ്യോ ഭഗവാന്റെ ഓടക്കുഴൽ കേട്ടു എല്ലാവരും ഭഗവാനെ വിട്ടുപോയി, അങ്ങനെയാണോ കഥ കേട്ടിട്ടുള്ളത്? എല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് വരികയല്ലേ ചെയ്തിട്ടുള്ളത്. ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പറയുക, ചെയ്യരുത് എന്ന് പറയുക. ആ ഓടക്കുഴലിന്റെ ആ ഒരു പ്രാധാന്യം, ഭഗവാന് ഇതിൽ പരം സങ്കടം വേറെ ഇല്ല. ഇത് കേമായില്ലേ? ഇതാ പറഞ്ഞത്, അറിവില്ലാത്തവര് എന്തെങ്കിലും വിളിച്ചു പറയും, അത് അവരുടെ കുഴപ്പമല്ല, അവരോട് വേറെ ആരോ പറഞ്ഞത് അവര് കേട്ടതാണ്. അങ്ങനെ പറഞ്ഞു പോവുക. ഭൂമിയിൽ വീടുകളിൽ ഐശ്വര്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആരോ പ്രചരിപ്പിച്ചു തുടങ്ങിയ കർമ്മമാണ് ഇത് പലതും. ഇത് പ്രത്യേകിച്ച് മറ്റ് മതങ്ങളിൽ പെട്ട ആൾക്കാരാവാം ചിലപ്പോ, അല്ലെങ്കിൽ ചിലപ്പോ നിരീശ്വരവാദികളാവാം, ആരാന്നറിയില്ല, അറിയാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ആ ഭഗവാനിൽ നിന്നും ഒരിക്കലും ഓടക്കോള് എടുത്തു മാറ്റാൻ പാടില്ല. ഓടക്കോളില്ലാത്ത വിഗ്രഹം ഞാൻ നടത്തുന്ന സപ്താഹങ്ങളിലൊന്നും വെക്കാൻ സമ്മതിക്കാറില്ല. ഒന്നുകിൽ ഓടക്കോട് കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ ആ വിഗ്രഹം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചോളൂ എന്ന് പറയും. ഓടക്കോളില്ലാത്ത കണ്ണനെ കാണാൻ പറ്റില്ല. വേദവ്യാസനേക്കാൾ വലിയ ആൾക്കാർ വരാൻ തുടങ്ങിയോ? വേദവ്യാസനേക്കാൾ വലിയവർ പറഞ്ഞാൽ മാത്രം നമ്മൾ കേട്ടാൽ മതി. വേദവ്യാസനാണ് ഭഗവാന്റെ കയ്യില് ആ വേണുഗാനത്തെ കുറിച്ചൊക്കെ, അതിന്റെ ഭംഗിയെ കുറിച്ചും അതിന്റെ മാധുര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഓടക്കുഴല് നമ്മുടെ ശരീരം തന്നെയാണ്. ഓടക്കുഴലിന് 9 ദ്വാരങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ശരീരത്തിനും 9 ദ്വാരങ്ങളാണ് ഉണ്ടാവുന്നത്. ശരീരത്തിന് 9 ദ്വാരങ്ങൾ, നവദ്വാരങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. അപ്പോ ഈ ശരീരം ആ ഓടക്കുഴൽ തന്നെയാണ്. ഭഗവാൻ കയ്യിലെടുക്കണം നമ്മളെ. അതിന്റെ ഒരു പ്രതീകമൊക്കെയാണ് അത്. ആ സമയത്ത് പറയാം, ഓടക്കുഴലിന്റെ ആ ഒരു മഹത്വം പറഞ്ഞ സമയത്ത്. ഇവിടെ നമ്മള് തെറ്റായ കാര്യങ്ങളെ ചിലപ്പോ ഇതുപോലെ ശരിയെന്ന് പറയും. ചതുശ്ലോകി ഭാഗവതത്തില് 2ാമത്തെ ശ്ലോകത്തിൽ അതാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നും, ഉള്ള കാര്യങ്ങൾ ചിലപ്പോ ഇല്ല തോന്നും. ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ എന്താ വെച്ചാൽ ഭാഗവതം കേൾക്കാത്തത് കൊണ്ടാണ്.
ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വേണുഗാന രംഗത്തെ കുറിച്ച് കേട്ട ഒരാള് ഓടക്കൊടുത്ത് മാറ്റില്ല, ഇത് കേട്ടിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവർ പറയണത് ഓടക്കൊടുത്ത് മാറ്റണം എന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് വിചാരിക്കണോ? അറിവില്ലായ്മ കൊണ്ടാണ്. അറിവിന് ഭാഗവതം പഠിക്കണം, അത് കേൾക്കണം. ഭാഗവതത്തിലെ വേണുഗാനത്തിന്റെ മഹത്വം നീ കിളിപ്പാട്ട് ഭാഗവത വീട്ടിൽ വെച്ചാൽ ആ കിളിപ്പാട്ട് ഭാഗവതത്തിൽ വേണുഗാന ഭാഗം എടുത്ത് വായിക്കൂ, വായിച്ച് പഠിക്കൂ. പഠിക്കാണ്ട് എന്തെങ്കിലും പറഞ്ഞത് കേട്ട് നമ്മുടെ ആചാര്യന്മാര് കാണിച്ചു തന്ന മാർഗത്തെ ആചാരങ്ങളെ ധിക്കരിക്കുകയല്ല വേണ്ടത്, അതിന്റെ കാര്യം മനസ്സിലാക്കുക. അരുത് എന്ന് പറഞ്ഞാൽ എന്താ കാരണമെന്ന് ചോദ്യം ചെയ്യണം അവരോട്. എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണു, ആര് പറഞ്ഞു എന്ന് ചോദിച്ചു മനസ്സിലാക്കുക തന്നെ വേണം. ഇവിടെ ഓടക്കോൽ വെക്കണമെന്ന് ആരെ പറഞ്ഞു? ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം കാണിച്ചു തരാം. ബർഹാപീഠം നടവരോ ഭൂകർണയോ കർണികാരം വിപ്രദ്വാസ കനകവിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരധരസുതയ പൂരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സുഭദ്രമണം പ്രാവിശൽ ഗീതകീർത്തി. ദശമസ്കന്ധം 21-ാം അധ്യായത്തിൽ ഭഗവാന്റെ വേണുഗാനം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അധ്യായം പറഞ്ഞിട്ടുള്ളത്. 5-ാം ദിവസമാണ് ആ ഒരു വേണുഗാനത്തെ കുറിച്ച് പറയുക. വേണമെന്ന് ഭാഗവതം പ്രമാണമാണ്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു തെറ്റായ കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കി വയ്ക്കാൻ കാര്യമുണ്ട്. അത് അറിവുള്ളവരോട് ചോദിച്ച് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് പറയുക. ആരെങ്കിലും പറയുമ്പോഴേക്കും ചാടി അല്ലെ അത് കാള പറ്റൂ, അയ്യോ കയറെടുത്ത് കുട്ടിയെ കെട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് കയറെടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? കാള പ്രസവിക്കുകയോ? അങ്ങനെയാവരുത്. സത്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. സത്യം അറിയാത്തതിന് കാരണം എന്താ? അറിവില്ലായ്മയാണ്. അറിവ് നേടാൻ എല്ലാ അറിവും മനസ്സിലാക്കി തരുന്ന, അറിവ് ഉണ്ടാക്കി തരുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. 4 ശ്ലോകമായിട്ട് ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തു ഭാഗവതം. ബ്രഹ്മാവ് 3 അധ്യായമായിട്ട് നാരദ മഹർഷിയെ കേൾപ്പിച്ചു. നാരദ മഹർഷി അത് വേദവ്യാസരോട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. വേദവ്യാസര് 335 അധ്യായങ്ങളായിട്ട് ഇന്ന് കാണുന്ന ഭാഗവതമായിട്ട് 10 ലക്ഷണങ്ങളോടുകൂടി എഴുതി വെച്ചു. 10 ലക്ഷണങ്ങളാണ് ഭാഗവതത്തിലെ. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുവധ, നിരോധം, മുക്തി, ആശ്രയം. 10 ലക്ഷണങ്ങള്. അതിൽ ആദ്യത്തെ ലക്ഷണമാണ് സർഗം. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് കാണിച്ചു തരികയാണ് സർഗം. ആ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം. ഒരു 20 മിനിറ്റ് ഇടവേളയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. 3-ാമത്തെ സ്കന്ധം മുതല സ്കന്ധമാണ് നമുക്കിനി കേൾക്കാനുള്ളത്. ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തെ ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തരുന്നത്. ഇടവേളയ്ക്ക് ശേഷം കുറച്ചു നേരം ഭാഗവത പാരായണവും, പാരായണത്തിന് ശേഷം ഒരു 5 മണിക്ക് ശേഷം നമുക്ക് പ്രഭാഷണത്തിലൂടെ കഥകൾ കേൾക്കാം.